നമസ്കാരം. ഞാൻ ഡോക്ടർ ആൻ മേരി ജേക്കബ്, കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ്, SUT ഹോസ്പിറ്റൽ, പട്ടം, തിരുവനന്തപുരം. അപ്പോൾ നമുക്ക് ന്യൂമോണിയ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു രോഗം തന്നെയാണ്. ശ്വാസകോശത്തിലെ ഒരു ഇൻഫെക്ഷനെയാണ് നമ്മൾ ന്യൂമോണിയ എന്ന് പറയുന്നത്. ന്യൂമോണിയ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് ബാക്ടീരിയൽ അണുബാധയാകാം, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ആകാം, അല്ലെങ്കിൽ ഫ്ലൂ ഇൻഫെക്ഷൻ ആകാം. അതല്ലെങ്കിൽ നമുക്ക് വേറെ പല കാരണങ്ങളാലും നമ്മുടെ ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ ന്യൂമോണിയയിൽ പ്രധാനപ്പെട്ട നമ്മുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനിയും ചുമയും. ചുമയിൽ കഫത്തിന്റെ നിറം നമുക്ക് മഞ്ഞ നിറമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് രക്തത്തിന്റെ അംശം കഫത്തിൽ കണ്ടു എന്ന് വരാം. അതോടൊപ്പം തന്നെ നമുക്ക് ശ്വാസം മുട്ടും നെഞ്ചുവേദനയുമായിട്ട് അനുഭവപ്പെടാറുണ്ട്. ന്യൂമോണിയയിൽ ഉണ്ടാകുന്ന നെഞ്ചുവേദന കൂടുതൽ ഒരു കൊളുത്തി പിടിക്കുന്ന വേദന പോലെയാണ്. ചിലവർ അത് കാർഡിയാക് പെയിൻ, ചെസ്റ്റ് പെയിൻ ആയിട്ട് അത് തെറ്റിദ്ധരിക്കുകയും പിന്നെ അത് നോക്കുമ്പോഴായിരിക്കും നമുക്കതൊരു ന്യൂമോണിയയുടെ ഒരു ചെസ്റ്റ് പെയിൻ ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അത് ന്യൂമോണിയ നമ്മൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ എക്സ്റേ തന്നെയാണ്. നെഞ്ചിൻ്റെ എക്സ്റേ എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് ന്യൂമോണിയ അത് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കൊരു ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ കഫത്തിൻ്റെ കൾച്ചറും കഫത്തിൽ TBയുടെ അംശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും നോക്കേണ്ടതും ആവശ്യമാണ്. ചില റെയർ ആയിട്ടുള്ള ചില പ്രത്യേക കേസുകളിൽ മാത്രം നമ്മൾ ആ രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ച് നമുക്ക് CT സ്കാൻ വേണോ വേണ്ടായോ എന്ന തീരുമാനം നമ്മൾ എടുക്കാറുണ്ട്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെയിനായിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് തന്നെയാണ്. ആൻറ്റിബയോട്ടിക്സിനൊപ്പം തന്നെ നമ്മൾ ചിലപ്പോൾ ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻറ്റ്സോ പിന്നെ അതുപോലെ ഓക്സിജൻ വേണ്ട പേഷ്യൻ്റ്, അതായത് ഓക്സിജൻ്റെ അളവ് 94% താഴേക്ക് പോകുന്നെങ്കിൽ ഓക്സിജൻ വെക്കുകയും, അല്ലെങ്കിൽ ചില തീവ്രമായിട്ടുള്ള ന്യൂമോണിയയിൽ നമുക്ക് നോൺ ഇൻവേസീവ് വെന്റിലേറ്ററിൻ്റെ സഹായവും ആവശ്യം വരാറുണ്ട്. അത് രോഗത്തിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് നമ്മൾ പേഷ്യൻ്റ് ഓക്സിജൻ ആണോ വെന്റിലേറ്ററിൻ്റെ സഹായം വേണോ എന്നത് നമ്മൾ തീരുമാനിക്കുന്നത്. ഈ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ അതർ സപ്പോർട്ടീവ് കെയർ, അതായത് നമ്മുടെ ഇൻഫെക്ഷൻ കുറയ്ക്കാനുള്ള വേറെ ഇപ്പം പനി ഉണ്ടെങ്കിൽ നമ്മൾ പാരസെറ്റമോളും അല്ലെങ്കിൽ ശ്വാസം മുട്ടിൽ നമ്മൾ നെബുലൈസേഷനും മറ്റ് മരുന്നുകളും നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ന്യൂമോണിയ നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്താൽ അത് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ നമ്മുടെ ആൻറ്റിബയോട്ടിക് ഒരു 7 മുതൽ 10 ദിവസം, അല്ലെങ്കിൽ ചില കേസിൽ നമ്മൾ 14 ദിവസം വരെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാറുണ്ട്. ആ ചികിത്സയിൽ അത് പൂർണ്ണമായി മാറാറുമുണ്ട്. എന്നാൽ അത് തക്കതായി നമ്മൾ കണ്ടുപിടിക്കുക, അത് ചികിത്സിക്കുകയും ചെയ്തില്ലെങ്കിൽ അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. അതിൽ പ്രധാനപ്പെട്ടതാണ് ലങ് ആബ്സിസ് അല്ലെങ്കിൽ എംഫൈമ എന്നൊക്കെ പറയുന്നത്. ലങ് ആബ്സിസ് എന്ന് പറയുന്നത് നെഞ്ചിൽ ഒരു പഴുപ്പ് കെട്ടുണ്ടാവുന്നതിനെയാണ് ആബ്സിസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് കുറച്ച് ഹയർ ആൻറ്റിബയോട്ടിക്സ്, കൂടുതൽ നാളത്തേക്കുള്ള ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യം വരും. അതുപോലെ തന്നെ ഈ ആബ്സിസ് പുറത്തേക്ക് നമുക്ക് പൊട്ടി വരികയാണെങ്കിൽ, അത് ഒലിച്ചു വരികയാണെങ്കിൽ നമുക്ക് ശ്വാസകോശത്തിന് പുറത്തെ പാളിയുടെ ഇടയിലേക്കായിരിക്കും അത് ഒഴുകുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ അതിനെ എംഫൈമ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ആ പഴുപ്പ് എടുത്ത് കളയേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടതും ആവശ്യമാണ്. അപ്പോൾ ന്യൂമോണിയ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ സുരക്ഷിതമാക്കുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഹൈ റിസ്ക് ഗ്രൂപ്പ്സ്, അതായത് നമ്മൾ ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റീറോയിഡ് മരുന്ന് എടുക്കുന്ന, ഏതെങ്കിലും ഒരു അസുഖത്തിന് വേണ്ടി സ്റ്റീറോയിഡ് മരുന്ന് എടുക്കുന്നു, അല്ലെങ്കിൽ കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ്, ലിവർ പ്രോബ്ലം ഉള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ട്, സിവിയർ ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസൻസ് എന്നുള്ള മരുന്നൊക്കെ എടുക്കുന്നവരാണ് ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് നമ്മൾ സാധാരണഗതിയിൽ വിളിക്കുന്നത്, അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ. അങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ പൊതുസ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ മാസ്ക് ധരിക്കാനും കൈയും ഹാൻഡ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനും സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ന്യൂമോണിയ പ്രതിരോധിക്കാനായിട്ട് 2 വാക്സിൻസ് അവൈലബിൾ ആണ്. ഒന്ന് ഫ്ലൂ വാക്സിൻ, 2 ന്യൂമോണിയ വാക്സിൻ, ന്യൂമോകോക്കൽ വാക്സിൻ. ഫ്ലൂ വാക്സിൻ ഇയർലി വാക്സിൻ, എല്ലാ വർഷവും നമ്മൾ ആ സമയത്ത് നമ്മൾ വീണ്ടും ആ വാക്സിൻ എടുക്കേണ്ടതുണ്ട്. ന്യൂമോണിയക്കെതിരായിട്ട് നമുക്ക് കിട്ടുന്നത് ന്യൂമോകോക്കൽ വാക്സിൻ ആണ്. അത് നമുക്ക് 2 തരമുണ്ട്, കോൺജുഗേറ്റ് വാക്സിനും പോളിസാക്കറൈഡ് വാക്സിനും. അത് രോഗിയുടെ പ്രായവും മറ്റ് കോമോർബിഡിറ്റീസ്, വേറെ സ്ഥിതിഗതികളും നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആദ്യം എടുക്കണം, ഏത് രണ്ടാമത് എടുക്കണം എന്ന തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂമോണിയ എന്ന് പറഞ്ഞ രോഗം നമുക്ക് പ്രതിരോധിക്കാനും നല്ലതുപോലെ കഴിയുന്നതാണ്. വന്നാലും അത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ്. ന്യൂമോണിയ വരാതെ നമുക്ക് നമ്മളെ തന്നെ സംരക്ഷിക്കാം. ഏകദേശം അതാണ് ഈ വർഷത്തെ നമ്മുടെ ന്യൂമോണിയ തീം എന്ന് പറയുന്നത് തന്നെ. നന്ദി, നമസ്കാരം.